ഹായ് മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസ്മു ഫായിലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇസ്മു ഫായിൽ എന്തായിരുന്നു? പ്രവൃത്തി ചെയ്ത ആൾ എന്ന അർത്ഥത്തിലേക്ക് വരുന്നതാണ് ഇസ്മു ഫായിൽ. ഇത് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന് ഫാഇലുൻ രൂപത്തിൽ, മറ്റൊന്ന് ഫാഇലത്തുൻ രൂപത്തിൽ. ഫാഇലുൻ എന്ന് പറയുമ്പോൾ അത് ആണാകുമ്പോൾ, ഫാഇലത്തുൻ എന്ന് പറയുമ്പോൾ അത് പെണ്ണാകുമ്പോൾ. നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് നോക്കാം. നോക്കൂ, ഉദാഹരണം നോക്കൂ. അൽ മിസാല് അൽ വലദു ജാലിസുൻ തഹ്ത ഷജറ. അല്ലെ, അൽ വലദു ആൺകുട്ടി, ജാലിസുൻ ഇരിക്കുന്നവനാണ്, തഹ്ത ഷജറ മരത്തിന് താഴെ. ജലസ എന്നതിൽ നിന്നുമാണ് ജാലിസുൻ എന്നുണ്ടായത്. അത് ആൺകുട്ടി ആയതുകൊണ്ട് ജാലിസുനായി, അവിടെ പെൺകുട്ടിയാണെങ്കിൽ ജാലിസത്തുനാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അത്വാലിബു, അത്വാലിബു എന്ന് പറയുന്നത് അത് ആൺകുട്ടി നമുക്ക് മനസ്സിലാവും, കാരണം പെണ്ണായിരുന്നു ത്വാലിബുത്തി എന്നാകുമായിരുന്നു. ഇവിടെ ദഹബ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അത്വാലിബു ഡാഷ് എൽ മദ്രസത്തി. അപ്പൊ ദഹബയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്മു ഫായിൽ ഉണ്ടാക്കുമ്പോൾ ദാഹിബുൻ, ദാഹിബുൻ ഫാഇൽ രൂപത്തിലല്ലേ ആണാകുമ്പോ വരിക. അടുത്തത് അൽ ബിന്തു, പെൺകുട്ടിയാണ് അല്ലെ. അൽ ബിന്തു ഫിൽ ഡാഷ് ഫിൽ മദ്രസത്തി, ദറസത്തി എന്നുണ്ട്. അപ്പൊ അതിന്റെ ഇസ്മു ഫായിൽ എങ്ങനെ? ദാരിസുൻ എന്നാണോ ദാരിസത്തുൻ എന്നാണോ? ദാരിസത്തുൻ എന്നാണ്, കാരണം ബിന്ത് പെൺകുട്ടി ആയതുകൊണ്ട് കേട്ടോ. ജാസിമുൻ ആൺകുട്ടിയാണ്, ജാസിമുൻ ഡാഷ് ദർസഹു. കത്തബ എന്നവിടെ ഉണ്ട്. കത്തബയിൽ നമ്മൾ ഇസ്മു ഫായിൽ എങ്ങനെ ഉണ്ടാക്കും? ജാസിം ആയതുകൊണ്ട് ആണല്ലേ. അപ്പോ കാത്തിബുൻ ഫാഇലിൻ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉണ്ടാക്കണം. അടുത്ത ഒരു പോയിന്റ് എന്റെ മക്കളൊന്ന് ചെയ്തു നോക്കൂ. ഓൾ ദി വെരി ബെസ്റ്റ്.